കർമ്മേൽ മലയിൽ അഗ്നിയിറങ്ങി സത്യം വെളിപ്പെട്ട നേരക്കി ബാലിന്റെ ദാസന്മാർ വിറച്ചു നിന്നു. ദൈവത്തിൻ മഹിമയോ ഉദിച്ചു നിന്നു. കർമ്മേൽ മലയിൽ അഹാബ് രാജാവിൻ അധർമ്മം വാണു. ഈസബെലാജ്ഞിതൻ ഗർവം പടർന്നു. നാടു മുഴുവൻ വരൾച്ചയാൽ വാടി. ബാലിനെ വിളിച്ചു ജനങ്ങൾ തേടി. 450 പ്രവാചകന്മാർ ബലിപീഠം ചുറ്റിയാടിപ്പാടി. ബാലോ കേൾക്കണേ, ബലിയെടുക്കണേ. തങ്ങളെ തന്നെ മുറിപ്പെടുത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ ആകാശമന്ന് മൗനമായി. ബാലോ മിണ്ടാതെ കല്ലുപോലെ. യഹോവയല്ലോ സത്യദൈവമൻ ജനം പാടി സ്തുതിച്ചു. എലിയ വീണ്ടും പ്രാർത്ഥനയോടെ മലമുകളേറി കുനിഞ്ഞിരുന്നു. 7 തവണ തൻ ദാസൻ നോക്കി കടലിൽ നിന്നു താൻ മേഘമുയർന്നു. കൈപ്പത്തിയോളം വല്ലിപ്പമുള്ള മേഘം മാനത്ത് പടർന്നു നിന്നു. പെരുമഴയായത് പെയ്തിറങ്ങി വരണ്ട ഭൂമി കുളിർത്തു നിന്നു. ഈസബെൽ തൻ ക്രോധമറിഞ്ഞി ഏലിയ പാഞ്ഞു മരുഭൂമിയിൽ. ക്ഷീണിച്ച വശനായി ചൂരിച്ചെടിയോര മരണം കൊതിച്ചുറങ്ങിപ്പോയി. സ്വർഗീയ ദൂതൻ അരികിലെത്തി അപ്പവും വെള്ളവും നൽകി നേർത്തൂതി. എഴുന്നേറ്റു ഭുജിക്കുക, ദൈവഭൃത്യയാത്ര നിനക്കിനി ദൂരെയുണ്ട്. ഹോരേബ് മലയിൽ ദൈവസ്വരം കേട്ടു മെല്ലെ വീശുന്ന തെന്നലിലായി. അഗ്നിമയമാം രഥമിറങ്ങി മിന്നൽ പിണർപ്പൊതിന്നി. ചുഴലിക്കാറ്റിൽ വിണ്ണിലേറി ഏലിയ മാഞ്ഞു പ്രഭയോടെ.